വയനാട് ടൗൺഷിപ്പ് നാടിന് സമർപ്പിച്ച മുഖ്യമന്ത്രി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ പുതുജീവിതത്തിലേക്ക്. ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. ടൗൺഷിപ്പിൽ ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 178 വീടുകളുടെ താക്കോൽ ദുരന്തബാധിതർക്ക് അല്പസമയത്തിനകം കൈമാറും. അടുത്ത മഴയ്ക്ക് മുമ്പ് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ എല്ലാവർക്കും വീട് കൈമാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇനിയുള്ള ദുരന്തബാധിതർക്ക് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വീട് ലഭ്യമാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏതു നിമിഷവും ഉണ്ടാകാമെന്നിരിക്കെ സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യാൻ ശനിയാഴ്ച ചേർന്ന CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വികാരനിർഭരമായ നിമിഷങ്ങളുണ്ടായതായി റിപ്പോർട്ടുകൾ. മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയെ സിറ്റിംഗ് സീറ്റായ മട്ടന്നൂരിൽ വീണ്ടും മത്സരിപ്പിക്കാൻ പാർട്ടി നേതൃത്വം വിമുഖത കാണിക്കുന്നതാണ് നാടകീയ രംഗങ്ങൾക്ക് കാരണമായതെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ BJPയിൽ ചേർന്നു. തിരുവനന്തപുരത്തെ BJP ആസ്ഥാനമായ മാരാർജി ഭവനിൽ വെച്ച് അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും BJP അംഗത്വം സ്വീകരിച്ചു. റോബിൻ BJPയിൽ ചേർന്നേക്കുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്നുള്ള അഭ്യൂഹം നിലനിന്നിരുന്നു. താൻ സംഖ്യയാണെന്ന അഭിമാനത്തോടെ പറയുമെന്നാണ് റോബിൻ അന്ന് പ്രതികരിച്ചത്. പിന്നാലെയാണ് BJP പ്രവേശനം. തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലായിരുന്നു റോബിൻ രാജീവ് ചന്ദ്രശേഖറിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത്. മത്സരിച്ചേക്കുമെന്ന സൂചന നൽകുന്ന വാർത്താ സ്റ്റോറിയായി പങ്കുവെക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷമാകുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ച കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘർഷ മേഖലയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണം, ആവശ്യമെങ്കിൽ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി. കേന്ദ്രത്തിന് എല്ലാ സഹായവും കേരളം വാഗ്ദാനം ചെയ്യുന്നതായും മുഖ്യമന്ത്രി കത്തിലൂടെ അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ കുറിച്ചുള്ള ആശങ്കകൾ ഉയരുന്ന സാഹചര്യത്തിലാണ് 84 MBA വിദ്യാർത്ഥികൾ ദുബായിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് വിവരം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ ആഴ്ച കേരളത്തിലെത്തും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് സന്ദർശനം. മാർച്ച് 5-ന് എത്തിച്ചേരും. 6-നും 7-നുമായിരിക്കും ഔദ്യോഗിക പരിപാടികളെന്നാണ് വിവരം. അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് സജ്ജീകരണങ്ങൾ വിലയിരുത്തുന്ന പ്രക്രിയ പൂർത്തിയായി. പ്രഖ്യാപനം ഒരുമിച്ച് കേരളത്തിന് പുറമെ അസം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലേക്കും ഒരുമിച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക. ഏപ്രിൽ 14-ന് ബിഹു ഉത്സവം നടക്കുന്നതുകൂടി പരിഗണിച്ചാവും അസമിലെ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ നിശ്ചയിക്കുകയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. മെയ്, ജൂൺ മാസങ്ങളിലായി വ്യത്യസ്ത തീയതികളിലാണ് 5 നിയമസഭകളുടെയും കാലാവധി അവസാനിക്കുന്നത്.